ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇടത് ഭാഗത്ത് കാണുന്ന കായൽപ്പരപ്പിനും അനുബന്ധ പ്രദേശങ്ങൾക്കും പറയുന്ന പേര് ഫിനിഷിംഗ് പോയിന്റ് എന്നാണ്. ലോകപ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവം എന്ന് അവസാനിക്കുന്ന ഇടത് ഭാഗത്തെ കായലിലാണ്. പുന്നമട കായലിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് വള്ളംകളി ഇവിടെ നടക്കുക. പക്ഷേ ഇത്തവണ ഓഗസ്റ്റ് 22-ാം തീയതിയാണ്, കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തത്. അടുത്ത മാസം 22-ാം തീയതി വിശ്വപ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്ന പുന്നമട കായലാണ് ബോട്ടിന്റെ ഇടത് ഭാഗത്ത് കാണുന്നത്. ഇടത് ഭാഗത്ത് ഹൗസ് ബോട്ടുകൾ ഒരു നീണ്ട നിര നിങ്ങൾക്ക് കാണുവാനാകും. ആലപ്പുഴയിലെ ഏറ്റവും വലിയ ഹൗസ് ബോട്ട് ടെർമിനലാണ് ആ കാണുന്നത്. ഒരു ദിവസം ആലപ്പുഴയിൽ 10,000-ഓളം വിനോദസഞ്ചാരികളാണ് വന്നു പോകുന്നതെന്നാണ് സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യലായി പറയുന്നത്. അത്രയും വരുന്ന ടൂറിസ്റ്റുകളെ സ്വീകരിച്ച് കായൽ കാഴ്ചകൾ കാണിക്കുന്നതിനായി ഏകദേശം 2,000-ഓളം ഹൗസ് ബോട്ടുകളാണ് ആലപ്പുഴയിൽ സർവീസ് നടത്തുന്നത്. ഇന്ത്യൻ ജനത എങ്ങനെയാണ് ക്രിക്കറ്റ് എന്ന ഗെയിമിനെ എത്ര വികാരത്തോടു കൂടിയാണ് ക്രിക്കറ്റിനെ കാണുന്നത്, അതേപോലെ തന്നെയാണ് കുട്ടനാടുകാർ അത്രയും വികാരത്തോടു കൂടി. കുട്ടനാടുകാരുടെ ഒരു ദേശീയോത്സവം കൂടിയാണ് ഈ നെഹ്റു ട്രോഫി ജലോത്സവം. വർഷവും നിങ്ങൾ മലയാളത്തിലെ എല്ലാ മുഖ്യധാര ടെലിവിഷൻ മാധ്യമങ്ങളും രാവിലെ മുതൽ തന്നെ ഇവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗ് നടത്തുന്നു. ചിലരെങ്കിലുമൊക്കെ ടിവിയിലൂടെയൊക്കെ കണ്ടു കാണുമെന്ന് കരുതുകയാണ്. അന്നേ ദിവസം ഈ വള്ളംകളി കാണുന്നതിനായി ഏകദേശം 2 ലക്ഷത്തോളം വള്ളംകളി പ്രേമികൾ ഈ പുന്നമടക്കായലിന്റെ ഇരുകരകളിലുമായി വന്നു ചേരുന്നുവെന്നാണ് സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഇതിന്റെ സംഘാടക സമിതിയും ഓരോ വർഷവും പുറത്തുവിടുന്ന ഒഫീഷ്യലായിട്ടുള്ള കണക്ക്. ഇപ്പോൾ നമ്മൾ പുന്നമടക്കായൽ പിന്നിട്ട് പമ്പാ നദി, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ പമ്പാ നദിയിലേക്ക്, ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ പമ്പയിലേക്ക് എത്തിച്ചേരും. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കോട്ടയത്ത് നിന്നും ജലമാർഗം ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. അന്ന് ആലപ്പുഴക്കാർ ഇവിടെ പ്രധാനമന്ത്രിയെ വരവേറ്റത് ഇവിടെ ഒരു വള്ളംകളി സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു. അന്ന് ആ വള്ളംകളിയിൽ വിജയിയായ നടുഭാഗം എന്ന പേരുള്ള ചുണ്ടൻ വള്ളത്തിലേക്ക് പ്രധാനമന്ത്രി തന്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് ആവേശത്തോടുകൂടി ചാടിക്കയറി ആ തുഴച്ചിൽക്കാരോടൊപ്പം ആഹ്ലാദ നൃത്തം ചവിട്ടി ഈ പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പിലൂടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1952-ൽ യാത്ര ചെയ്തു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. പിന്നീട് വള്ളംകളി വളരെയധികം ഇഷ്ടപ്പെട്ട അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയതിനു ശേഷം തന്റെ കയ്യൊപ്പോട് കൂടിയ സിഗ്നേച്ചർ പതിപ്പിച്ച ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയിലുള്ള ഒരു വെള്ളിക്കപ്പ് ഇതിന്റെ സംഘാടകർക്ക് ഇവിടെ ആലപ്പുഴക്കാർക്കായി അയച്ചു കൊടുത്തുവെന്നും പറയപ്പെടുന്നു. പിന്നീട് ഇങ്ങോട്ട് ആദ്യകാലങ്ങളിൽ 1952 മുതൽ 64 വരെ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലാണ് ഈ ടൂർണമെന്റ് അറിയപ്പെട്ടത്, വള്ളംകളി അറിയപ്പെട്ടത്. നെഹ്റുവിന്റെ കാലശേഷം 1964-ന് ശേഷമാണ് നെഹ്റു ട്രോഫി എന്ന പേരിൽ ലോകപ്രസിദ്ധമായി. ഇന്നിപ്പോൾ കേരള ടൂറിസത്തിന്, ആലപ്പുഴയിലെ കായൽ ടൂറിസത്തിന് പ്രത്യേകിച്ച് വിദേശ വിനോദസഞ്ചാരികളേക്ക് ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്ന ജലകായിക ഇവന്റായി നെഹ്റു ട്രോഫി ജലോത്സവം മാറിയിട്ടുണ്ട്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ജലകായിക ഇനം കൂടിയാണ്. മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു ടീ ബ്രേക്കിന് വേണ്ടി ഒരു 15 മിനിറ്റ് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ബോട്ട് സ്റ്റോപ്പ് ചെയ്യും. അത് കുട്ടനാട് നിയമസഭാ മണ്ഡലമാണ്. അതായത് 3 നിയമസഭാ മണ്ഡലങ്ങളുടെ ബോർഡറിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടത് ഭാഗം ആലപ്പുഴ, വലത് ഭാഗം അമ്പലപ്പുഴ, മുൻഭാഗത്ത് കുട്ടനാട്. ആ കുട്ടനാട് നിയമസഭാ മണ്ഡലത്തിലേക്ക്, കുട്ടനാട് താലൂക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട്ടിലേക്ക് നമ്മൾ എത്തുന്നു. കൈനകരി ഗ്രാമപഞ്ചായത്ത്, കുട്ടനാട്ടിലെ കൈനകരി ഗ്രാമപഞ്ചായത്തിന് സമീപം അവിടെ ഒരു ഹോംലി, ഒരു നാടൻ അന്തരീക്ഷത്തിലുള്ള ഒരു ചായക്കട, നാടൻ ചായക്കടയുണ്ട്. പാടശേഖരത്തിന്റെ ആംബിയൻസ്
അറിയിക്കുക.